ഹായ് കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 10 ഞായറാഴ്ച ജനാധിപത്യ കലാസാഹിത്യവേദിയുടെ ജില്ലാ സമ്മേളനം നടക്കാൻ പോവുകയാണ് മലപ്പുറത്തെ മഞ്ചേരിയിൽ വെച്ച്. പ്രാർത്ഥന ചൊല്ലുന്നത് ഞാനാണ്. രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റു, 5 മണിക്ക് എഴുന്നേറ്റു. എന്നും എഴുന്നേൽക്കുന്ന പോലെ തന്നെ അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ. ദോശ ഉണ്ടാക്കി രാവിലെ തന്നെ നല്ലൊരു കടലക്കറി കൂടി ഉണ്ടാക്കി ഇഡലിപ്പൊടിയും ചേർത്ത് കഴിക്കാം. തുടർന്ന് ചോറും വച്ചു വാർത്തു. കൂടെ തന്നെ നല്ലൊരു മോരുകറി ഉണ്ടാക്കി. ഒപ്പം തന്നെ മുതിര കൊണ്ടുള്ള നല്ലൊരു ഉപ്പേരിയും ഉണ്ടാക്കി വെച്ചു. ഇനി മഞ്ചേരിയിലേക്ക് പുറപ്പെടുകയാണ്. കാറിലാണ് പോയത്, ഡ്രൈവറേയും കുട്ടി. ഞാൻ കുറച്ചു കാലം ഇവിടെ താമസിച്ചിട്ടുണ്ട്, മഞ്ചേരിയിൽ. നല്ല പ്രകൃതി സുന്ദരമായ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലമാണിത്. നല്ലവരായ കുറേ മനുഷ്യർ താമസിക്കുന്ന നല്ലൊരിടം. കവിയും സുഹൃത്തുമായ ശ്രീ TP വിജയകുമാർ താമസിക്കുന്ന അപ്പോളോ അപ്പാർട്ട്മെന്റിലാണ് പരിപാടി. ഞാൻ അവിടെ എത്തിച്ചേർന്നു. ഇതാണ് അപ്പോളോ അപ്പാർട്ട്മെന്റ്, മഞ്ചേരി. ഇവിടെയാണ് ജനാധിപത്യ കലാ സാഹിത്യവേദിയുടെ മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നത്. അതിന്റെ ഒരുക്കത്തിലാണ് ശ്രീ സത്യപാലൻ സാറും ശ്രീ പ്രവീൺ കോട്ടക്കലും. കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിച്ചേർന്നു. ജനാധിപത്യ കലാസാഹിത്യവേദിയുടെ മലപ്പുറം ജില്ലാ ചെയർമാൻ ശ്രീ സത്യപാലൻ സാറിന്റെ അധ്യക്ഷതയിൽ ജനാധിപത്യ കലാസാഹിത്യവേദി മലപ്പുറം ജില്ലാ സമ്മേളനം വളരെ ഭംഗിയായി നടന്നു. സംസ്ഥാന ചെയർമാൻ ശ്രീ കുന്നത്തൂർ ജയപ്രകാശും ശ്രീ സഹദേവൻ കോട്ടുവിളയും പങ്കെടുത്തു. ഭാരവാഹികൾ എല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു. സമ്മേളനത്തിൽ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട നടപടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ജനാധിപത്യ കലാസാഹിത്യവേദി എന്ന സംഘടനയുടെ സ്ഥാപകനും കവിയും നടനും ഗാനരചയിതാവുമായ ശ്രീ കുന്നത്തൂർ ജയപ്രകാശ് തുടർന്ന് അദ്ദേഹം തന്നെ എഴുതിയ ഉപ്പുമാവ് എന്ന കവിത മനോഹരമായി ആലപിച്ചു. കവിതയിലേക്ക്. വിദ്യാഭ്യാസത്തിൽ പ്രാഥമിക പടിവാതിൽ തുറന്ന തുരുത്തിക്കരെ വട്ടയില കൂട്ടിവച്ചതിൽ കൂമ്പാരവട്ടം വിളമ്പിയൊരു ഉപ്പുമാവ്. അത്ര ഇഷ്ടമാണെന്നും എനിക്ക് അക്ഷരക്കൂട്ടു പകർന്ന വിദ്യാലയം അറിവിന്റെ വാതായനങ്ങളിൽ കൈപിടിച്ചാനയിച്ചുപ്പുമാവൂട്ടിയോരും പച്ചവയറുമായി കാത്തിരുന്നു ഞങ്ങളൊച്ചയില്ലാതെ മണം പിടിച്ച്. ഉച്ചവെയിലിൽ നിരന്നിരുന്നു ഒട്ടു ഉച്ചതീജത്വങ്ങളില്ലാതെ വരി വരിയായി ചേർന്നുരുമ്മിയിരിക്കും
നീങ്ങുമ്പോൾ അരികത്തിരിക്കുന്ന കൂട്ടരാക്കേലും ഉരിന വേണ്ടി വന്നാൽ അവർക്കു നൽകിയിടുവാൻ പരിഭവമാരുടെ കാട്ടിയിട്ടില്ല. 10 മണിക്കുള്ള പ്രാർത്ഥന കേൾക്കുവാൻ പള്ളിക്കൂടം മുഴുവനായി. പട്ടാളച്ചിട്ടയിൽ മുറ്റത്തു നിരയായി പഞ്ചമുറ്റങ്ങൾ ഒതുക്കി നിൽക്കും. വെയിലേറ്റു വാടിയെന്നാലും വീഴില്ല, വെറും വയറായിട്ടു നിന്നിടിലും. വെളിയിലും തൊടിയിലും വീശുമാത്തി കാറ്റിൽ വെട്ടിപ്പിടിച്ചതാണി കരുത്ത്. 4 മണിക്കൂട്ട ബെല്ലു കേട്ടാലുടൻ 4-ാം ക്ലാസിന്റെ മുന്നിലായി 4 പേർ നിന്ന് ജനഗണമന പാടി 4 ദിക്കിലേക്കു യാത്രയാകും. ആരും വിളിക്കാൻ വരാറില്ല, ഞങ്ങളാവോളം ഒന്നിച്ചു ജാഥയാകും. ആരും വിളിക്കാൻ വരാറില്ല, ഞങ്ങളാവോളം ഒന്നിച്ചു ജാഥയാകും. ആടിയും പാടിയും അടിപിടി കൂടിയും ആകെ വിയർത്തങ്ങു വീട്ടിലെത്തും. തുള്ളിക്കൊരു കുടപ്പേമാരി പെയ്യുമ്പോൾ ഉള്ളിൽ 1000 കനലെരിയും. ചുള്ളിക്കാട്ടിനോടൊരു ചെമ്പിലക്കൂട്ടിൽ അള്ളിപ്പിടിച്ചു ഞാൻ വന്ന നോക്കും. കാറും കോളും തകത്തിടി വെട്ടുമ്പോൾ കാണുന്ന പീഡികത്തിന്മേൽ കേറും. കാലുകൾ ഭൂമിയിൽ നിന്നുയർത്തി കണ്ട മുളങ്കമ്പിൽ തൂങ്ങി നിൽക്കും. ഒരു നാൾ ഞങ്ങളുടെ ക്ലാസ് അധ്യാപകൻ ഓതി വിനോദയാത്ര നാളെ. ഓരോരുത്തരും കയ്യിൽ കരുതണം ഓരോ രൂപ വഴിച്ചെലവ്. കാലത്തെ പോകണം എന്നാലേവരും കാലേ കൂട്ടി വന്നെത്തിടേണം. കാഴ്ചകളൊക്കെ കാണാനുണ്ടതാൽ കാത്തു നിൽക്കില്ലങ്ങാക്കു വേണ്ടി. അന്നു രാത്രി ഞാൻ ഉറങ്ങിയില്ല, ക്ലാസ്സിൽ വന്നു സാർ ചൊല്ലിയ വാക്കുകേട്ട്. ഇന്നു മാരാവിന്റെ നീളം എനിക്ക് തന്നത് മായാതെ ഉള്ളിലുണ്ട്. നേരം വെളുക്കാത്തതെന്തേ എന്നു ഞാൻ നേരം വിളിച്ചമ്മയെ. നേരിയ വെട്ടം കാണാൻ തുടങ്ങവേ നേത്രസാഫല്യം തുളുമ്പിയെന്നിൽ. ഉത്സാഹമോടെ ഞാൻ എത്തും നേരം ഉത്സവപ്പൂരപ്പറമ്പുപോലെ. ഉണ്ണികൾ അച്ഛനും അമ്മയുമൊത്ത് ഉത്കണ്ഠാകുലരായി നിൽപ്പു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ റോഡിൽ പൊടി പറത്തിക്കൊണ്ടു വണ്ടി വന്നു. പള്ളിക്കൂടത്തിനങ്കണത്തിൽ നിന്ന് പാതയിൽ എത്തി വരിയായി. ആട്ടവും പാട്ടുമായി ഞങ്ങളെല്ലാവരും ആടിത്തിമിർത്താം വണ്ടിക്കുള്ളിൽ. അധ്യാപകരും ആ സന്തോഷയാത്രയിൽ ആനന്ദ നൃത്തം ചവിട്ടി നിന്നു. കായലും കടലുമായി ഒന്നു ചേരുന്നൊരു കാഴ്ച നയന മനോഹരമായി കാട്ടിത്തന്നു. ചവറയിൽ എത്തവേ കാണാനെന്തൊരു ചേലാണത്. അഷ്ടമുടിക്കായൽ 8 കൈവഴിയെന്നാദ്യമായി അന്നാണ് ഞാൻ കേട്ടത്. ആ ദൃശ്യഭംഗിയും ആസ്വദിച്ചാരാധിച്ചാരവമോടെ കൊല്ലത്തെത്തി. തങ്കശ്ശേരി വിളക്കുമാടം കണ്ടു തർക്കവിതർക്കങ്ങളില്ലാതെ ഞങ്ങൾ. തങ്കശ്ശേരിയിലെ വിളക്കുമാടം കണ്ടു തർക്കവിതർക്കങ്ങളില്ലാതെ ഞങ്ങൾ. തമ്മിൽ പറഞ്ഞു മറക്കില്ല തങ്ങൾ കണ്ടയിലെ സിംഹനാട്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന ചൊല്ലിതു സത്യമാണെന്നതറിഞ്ഞു ഞാൻ. എല്ലാ കൊല്ലവും ഇങ്ങനെ ഞങ്ങൾക്ക് നല്ല വിനോദയാത്രയുണ്ടാവും. സേവനവാരം 5 നാളിലും സേവകരായി ഞങ്ങൾ ആസ്വദിക്കും. ഏവരും ഒന്നായി നന്നായിട്ട് അധ്വാനിച്ചാ വഴിയും നേടും ഉൾക്കരുത്ത്. ഗാന്ധി ജയന്തിയുടെ അവധി പോയിപ്പോകിലും ഗൂഢമായി ഞങ്ങൾക്ക് അതിഷ്ടമാണ്. ഗമയോടെ മുണ്ടുടുക്കും, തോട്ടിടും, ഗമനത്തിലുടുപ്പിന്റെ കൈകെടുക്കും. പുസ്തകക്കെട്ടിനു പകരം കയ്യിൽ പുല്ലുവാരാനുള്ള മുട്ടയും വട്ടിയും പാടപ്പറമ്പിലെ പണിയായുധങ്ങളും
കുന്താലി തൂമ്പയിൽ കത്താളും ചൂലുമായി കുട്ടികൾ അധ്യാപകരുമൊത്ത് കാടു പിടിച്ചു കിടക്കും പരിസരം കാർഷിക പണിയിടം ആക്കി മാറ്റും. ഉച്ചയ്ക്കു നീട്ടിയ വിളി കേട്ട് ഞങ്ങൾ ഉണ്ണികളെല്ലാരും ഓടിച്ചെല്ലും. ഉഗ്രൻ പുഴുക്കുമാ ചമ്മന്തിയും കൂട്ടി ഉത്സാഹമോടങ്ങാഹരിക്കും. വയറു നിറഞ്ഞാൽ കൊട്ടും പാട്ടും വിശ്രമവേളയിൽ ആനന്ദമായി വീണ്ടും ശ്രമദാന പണി തുടരും. വൈകിട്ടു ചായ ഒത്തുചേരും. പിന്നെ ഗാന്ധിജിയെ വന്ദിക്കുവാൻ പ്രധാന അധ്യാപകൻ മുന്നിലെത്തും. പണിയേതുമാകിലും മാന്യമാണ് പരശതം ഗുണമേറും മമ ജീവിതം. പണിയേതുമാകിലും മാന്യമാണ് പരശതം ഗുണമേറും മമ ജീവിതം. മഞ്ചേരിയുടെ ഹൃദയഭാഗത്തുള്ള ഹോട്ടൽ ഫർസ ഇവിടുത്തെ ഭക്ഷണം ഒരു ഒന്നൊന്നര ഭക്ഷണമാണ്. ഭക്ഷണവും കഴിച്ച് ജനാധിപത്യ കലാസാഹിത്യവേദിയുടെ വൈസ് ചെയർപേഴ്സണായി സ്ഥാനമേറ്റ് ഞാൻ മടങ്ങി.